ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സക്സസ് അക്കാഡമീസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്പോർട്സ് ടെർമിനോളജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം സ്പോർട്സ് ടെർമിനോളജി അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് SSC പോയിന്റ് ഓഫ് വ്യൂവിൽ. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ടേം ബാക്ക് സ്റ്റിക്ക് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? അതായത് ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഏത് സ്പോർട്സിൽ യൂസ് ചെയ്യുന്നതാണ് ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്ന ടേം എന്നാണ് നമ്മളുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ വരുന്നത് ഹോക്കി, ഓപ്ഷൻ ബി ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ബാസ്കറ്റ്ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ഗോൾഫ്. അപ്പോൾ ടേം ബാക്ക് സ്റ്റിക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ബാക്ക് സ്റ്റിക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഹോക്കിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏത്? ബാക്ക് സ്റ്റിക്ക്. സോ ബാക്ക് സ്റ്റിക്ക് ഇസ് റിലേറ്റഡ് വിത്ത് ഹോക്കി. ഇനി നമുക്ക് വേറെ കുറച്ച് ടേംസ് നോക്കാം. പെനാലിറ്റി കോർണർ, ശ്രദ്ധിക്കുക, പെനാലിറ്റി കോർണർ ഇസ് റിലേറ്റഡ് വിത്ത് ഹോക്കി. പെനാലിറ്റി കോർണർ എന്ന് പറയുന്നത് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ബാക്ക് സ്റ്റിക്ക് അതുപോലെ തന്നെ പെനാലിറ്റി കോർണർ രണ്ടും റിലേറ്റഡ് ആയിട്ട് ഏതുമായിട്ടാണ്? ഹോക്കിയുമായിട്ടാണ്. ഇനി അടുത്തത് സ്കൂപ്പ്. സ്കൂപ്പ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. സ്കൂപ്പ് ഇസ് റിലേറ്റഡ് വിത്ത് ഹോക്കി. പിന്നെ വരുന്നത് ഹിറ്റ് ആൻഡ് ഫ്ലിക്ക്. ഹിറ്റ് ആൻഡ് ഫ്ലിക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബാക്ക് സ്റ്റിക്ക് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. പിന്നെ വരുന്നത് പെനാലിറ്റി കോർണർ ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. സ്കൂപ്പ് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. ഹിറ്റ് ആൻഡ് ഫ്ലിക്ക് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. ഒന്നും കൂടെ പറഞ്ഞു നോക്കൂ, ഏതൊക്കെയാണ് ഹോക്കിയുമായി റിലേറ്റഡ്? ബാക്ക് സ്റ്റിക്ക് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. പെനാലിറ്റി കോർണർ ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. സ്കൂപ്പ് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഹിറ്റ് ആൻഡ് ഫ്ലിക്ക് ഹോക്കിയുമായിട്ട് റിലേറ്റഡ് ആണ്. ഇങ്ങനെ പറഞ്ഞു പോയി കൊണ്ടിരുന്നാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു പരിചയം തോന്നും. നമുക്ക് ഈ വാക്കുകൾ കാണുമ്പോൾ ഒരു പരിചയം തോന്നും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഞാൻ പറയുന്നതിനൊപ്പം നിങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഇനി അടുത്തത്, ദ ടേം ബുള്ളി ഈസ് റിലേറ്റഡ് ടു ഫീൽഡ് ഹോക്കി. ഇനി ബുള്ളി ആണെങ്കിലോ, ബുള്ളി ഏതുമായി റിലേറ്റഡ് ആണ്? ഫീൽഡ് ഹോക്കിയുമായിട്ടാണ് ഏത് റിലേറ്റഡ്? ബുള്ളി. ബുള്ളി ഈസ് റിലേറ്റഡ് വിത്ത് ഫീൽഡ് ഹോക്കി. ഇനി അടുത്തത് 16 യാർഡ് ഹിറ്റ്. 16 യാർഡ് ഹിറ്റ് ഏതുമായി റിലേറ്റഡ് ആണ്? ഹോക്കിയുമായിട്ട് റിലേറ്റഡ് ആണ്. 16 യാർഡ് ഹിറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് ഹോക്കി. ഓൾസോ ബുള്ളി ഈസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ഹോക്കി. പിന്നെ വരുന്നത് മുരുകപ്പ ഗോൾഡ് കപ്പ്. മുരുകപ്പ ഗോൾഡ് കപ്പ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഹോക്കിയുമായിട്ടാണ്. ഹോക്കിയിൽ ഒരു കപ്പാണ് ഏത്? മുരുകപ്പ ഗോൾഡ് കപ്പ്. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചത്? ബാക്ക് സ്റ്റിക്ക്, പെനാലിറ്റി കോർണർ, സ്കൂപ്പ്, ഹിറ്റ് ആൻഡ് ഫ്ലിക്ക് ഇതൊക്കെ ഏതുമായി റിലേറ്റഡ് ആണ്? ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ബുള്ളി ആൻഡ് 16 യാർഡ് ഹിറ്റ് ഏതുമായി റിലേറ്റഡ് ആണ്? ഫീൽഡ് ഹോക്കിയുമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ മുരുകപ്പ ഗോൾഡ് കപ്പും ഏതുമായി റിലേറ്റഡ് ആണ്? ഹോക്കിയുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇതൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഇനി അടുത്തത്, the term albatross is used in which sport? The term albatross is used in which sport? Albatross എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആയിരിക്കുന്നു എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിലോ, ഓപ്ഷൻ എ ഈസ് ഹോക്കി, ഓപ്ഷൻ ബി ഈസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഈസ് ബാസ്കറ്റ്ബോൾ ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഗോൾഫ്. അപ്പോൾ ആൽബട്രോസ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ആൽബട്രോസ് ഇസ് റിലേറ്റഡ് വിത്ത് ഓപ്ഷൻ ഡി ഗോൾഫ്. ഗോൾഫുമായി റിലേറ്റഡ് ആണ് ഏത്? ആൽബട്രോസ്. ടൈഗർ വുഡ്സ് ടേം ഇസ് ഓൾസോ റിലേറ്റഡ് വിത്ത് ഗോൾഫ് സ്പോർട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഏതൊക്കെ രണ്ട് ടേമാണ് പറഞ്ഞത്? ആൽബട്രോസ് പറഞ്ഞു, അതുപോലെ തന്നെ ഉള്ളൊരു ടേമാണ് ഏത്? ടൈഗർ വുഡ്സ്. ടൈഗർ വുഡ്സ് അതുപോലെ തന്നെ ആൽബട്രോസ് രണ്ടും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ നമ്മളോട് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, പുട്ട് ആൻഡ് മുലിഗൻ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ഗോൾഫ്. ശ്രദ്ധിക്കുക, പുട്ട് ആൻഡ് മുലിഗൻ ഇത് രണ്ടും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ബിർഡി ആൻഡ് ഈഗിൾ ആൻഡ് ആൽബട്രോസ് ആർ ഓൾ ടേംസ് യൂസ്ഡ് ഇൻ ഗോൾഫ്. ഇത് ശ്രദ്ധിക്കുക, ഈ മൂന്നാണ് നമ്മളോട് എപ്പോഴും ചോദിക്കാറുണ്ട്. ബിർഡി, ഈഗിൾ ആൻഡ് ആൽബട്രോസ് ഇത് മൂന്നും ഏതുമായി റിലേറ്റഡ് ആണ്? ഗോൾഫുമായി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഗോൾഫുമായി റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏതൊക്കെ? ടൈഗർ വുഡ്സ് ആൻഡ് പുട്ട് ആൻഡ് മുലിഗൻ ഇത് മൂന്നും ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായി റിലേറ്റഡ് ആണ്. നമ്മൾ മൊത്തം എത്ര ടേംസ് പഠിച്ചു? 6 എണ്ണം പഠിച്ചു. നമുക്കൊന്നുകൂടെ പറഞ്ഞു നോക്കാം. ടൈഗർ വുഡ്സ് ഉണ്ട്, പുട്ടുണ്ട്, മുലിഗൻ ഉണ്ട്, ബിർഡി ഉണ്ട്, ഈഗിൾ, ആൽബട്രോസ് ഇതെല്ലാം ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഫിഡെക്സ് കപ്പ് ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. അവിടെ നമ്മൾ ഏത് കപ്പാണ് പഠിച്ചേ? മുരുകപ്പ കപ്പ് പഠിച്ചല്ലേ? ഇവിടെ ശ്രദ്ധിച്ചേ, മുരുകപ്പ ഗോൾഡ് കപ്പ് പഠിച്ചു ഹോക്കിയുമായിട്ട്. അപ്പോൾ ഗോൾഫുമായിട്ട് പഠിച്ചത് ഏതാണ്?
ഫിഡെക്സ് കപ്പ്. ഫിഡെക്സ് കപ്പ് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറയാം നമുക്ക് ഗോൾഫിലെ ടേംസ്. ടൈഗർ വുഡ്സ് ഉണ്ട്, പുട്ട്, മുലിഗൻ, ബിർഡേ, ഈഗിൾ ആൻഡ് ആൽബട്രോസ്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഗോൾഫുമായിട്ട് റിലേറ്റഡ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടേം ബിഷപ്പ് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ഒരുപാട് ആളുകൾക്ക് അറിയുന്നതായിരിക്കും. ബിഷപ്പ് എന്ന് പറയുന്ന ടേം ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഈസ് ചെസ്, ഓപ്ഷൻ ബി ഈസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഈസ് ബാസ്കറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഈസ് ഗോൾഫ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ബിഷപ്പ് എന്നുള്ള ടേം ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? ബിഷപ്പ് എന്നുള്ള ടേം ചെസ്സുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോ ബിഷപ്പ് ഇസ് യൂസ്ഡ് ഇൻ ചെസ് അല്ലേ? ചെസ്സിൽ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടേമാണ് ഏത്? ബിഷപ്പ്. അതുപോലെ തന്നെ ചെക്കിലുള്ള വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ചെക്ക് മേറ്റ്. നമുക്കറിയാം അല്ലേ? ചെക്ക് മേറ്റ് എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്, ചെക്ക് മേറ്റ് അറിയുന്നതാണ്. ദ ടേം ഗാംബിറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ചെസ്. ഗാംബിറ്റ് എന്ന് പറയുന്നത് ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ചെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ചെസ്സുമായിട്ട് ഏതൊക്കെ ടേംസ് പഠിച്ചു എന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നമ്മൾ ചെക്ക് മേറ്റ് പഠിച്ചു, അതുപോലെ തന്നെ നമ്മൾ പിന്നെ പഠിച്ചത് ബിഷപ്പ് പഠിച്ചു, പിന്നെ ഗാംബിറ്റ് പഠിച്ചു. ഇതൊക്കെ ഏതുമായി റിലേറ്റഡ് ആണ്? ചെസ്സുമായിട്ട് റിലേറ്റഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഏത് സ്പോർട്സിലാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഇസ് ഫുട്ബോൾ, ഓപ്ഷൻ ബി ഇസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഇസ് ബാസ്കറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ഗോൾഫ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഏതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും? പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഇസ് റിലേറ്റഡ് വിത്ത് ഫുട്ബോൾ. ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഏത്? പെനാൽറ്റി ഷൂട്ട് ഔട്ട്. ഇനി നമുക്ക് ഫുട്ബോളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം ടേംസ് നോക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ റെഡ് കാർഡ് നമുക്കറിയാം അല്ലേ? സ്ഥിരമായി ഫുട്ബോൾ കാണുന്ന ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. റെഡ് കാർഡ് അറിയാം. പിന്നെ സ്റ്റോപ്പർ, റെഡ് കാർഡ് ഉണ്ട്, സ്റ്റോപ്പർ. പിന്നെ സ്ട്രൈക്കർ അല്ലേ? സ്ട്രൈക്കർ ഉണ്ട്. പണ്ടർ ഉണ്ട്. ബനാന കിക്ക്, ശ്രദ്ധിക്കുക ബനാന കിക്ക് ഉണ്ട്. പിന്നെ ഏതാ ഉള്ളത്? ഹാട്രിക് ഉണ്ട് അല്ലേ? ഹാട്രിക് ഉണ്ട്. ഫൗൾ ഉണ്ട്. പെനാൽറ്റി കിക്ക് ഉണ്ട്. പിന്നെ ബ്ലൈൻഡ് സൈഡ് ഉണ്ട്. പിന്നെ വരുന്ന ഏതാണ്? ഡയറക്റ്റ് ഫ്രീ കിക്ക് ഉണ്ട്. ഡിഫെൻഡർ ഉണ്ട്. ഹെഡർ ഉണ്ട്. ഇതൊക്കെ ഏതുമായിട്ട് റിലേറ്റഡ് ആണ്? ഇതൊക്കെ ഫുട്ബോളുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. നമ്മൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? പെനാൽറ്റി ഷൂട്ട് ഔട്ട് ആണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് വരുന്നത് ഏതൊക്കെയാണ്? റെഡ് കാർഡ്, സ്റ്റോപ്പർ, സ്ട്രൈക്കർ, പണ്ടർ, ബനാന കിക്ക്, ഹാട്രിക്, ഫൗള്, പെനാൽറ്റി കിക്ക്, ബ്ലൈൻഡ് സൈഡ്, ഡയറക്റ്റ് ഫ്രീ കിക്ക്, അതുപോലെ തന്നെ ഡിഫെൻഡർ ആൻഡ് ഹെഡർ. ഇതൊക്കെ സ്ഥിരമായിട്ട് ഫുട്ബോളുമായി റിലേറ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ ടേം ഓഫ് ബ്രേക്ക് ഈസ് യൂസ്ഡ് ഇൻ വിച്ച് സ്പോർട്ട്? ഓഫ് ബ്രേക്ക് ഏത് സ്പോർട്ടുമായിട്ട് റിലേറ്റഡ് ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓഫ് ബ്രേക്ക് ഏത് സ്പോർട്ടുമായി റിലേറ്റഡ് ആയിരിക്കും? ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ ഇസ് ക്രിക്കറ്റ്, ഓപ്ഷൻ ബി ഇസ് ബാഡ്മിൻ്റൺ, ഓപ്ഷൻ സി ഇസ് ബാസ്കറ്റ് ആൻഡ് ഓപ്ഷൻ ഡി ഇസ് ഗോൾഫ്. അപ്പോൾ ഓഫ് ബ്രേക്ക് എന്ന് പറയുന്നത് ഏതുമായി റിലേറ്റഡ് ആയിരിക്കും? ഓഫ് ബ്രേക്ക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ക്രിക്കറ്റുമായി റിലേറ്റഡ് ആയിരിക്കും. ഓഫ് ബ്രേക്ക് ഇസ് റിലേറ്റഡ് വിത്ത് ക്രിക്കറ്റ്. ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ദ ടേം ചൈന മാൻ ആൻഡ് തേർഡ് മാൻ ഈസ് ഓൾസോ അസോസിയേറ്റഡ് വിത്ത് ക്രിക്കറ്റ്. ഏതൊക്കെ ടേമുകളാണ്? ചൈന മാൻ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് മാൻ ഉണ്ട്. ഇത് രണ്ടും ഏതുമായി റിലേറ്റഡ് ആണ്? ക്രിക്കറ്റുമായി റിലേറ്റഡ് ആണ്. അതുപോലെ നമ്മൾ നേരത്തെ എന്താ പറഞ്ഞേ? ഓഫ് ബ്രേക്ക് പറഞ്ഞു. അപ്പോൾ ഏതൊക്കെ 3 ടേമുകൾ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. ഓഫ് ബ്രേക്ക് ഉണ്ട്, ചൈന മാൻ ഉണ്ട്, അതുപോലെ തന്നെ തേർഡ് മാൻ ഉണ്ട്. ഇനി അതുപോലെ നമുക്ക് പരിചയമുള്ള കുറച്ച് ടേമുകൾ നോക്കുകയാണെങ്കിൽ ഗൂഗ്ലി നമ്മൾ കേട്ടിട്ടുണ്ടാവും. മെയ്ഡൺ ഓവർ കേട്ടിട്ടുണ്ടാവും. നോ ബോൾ കേട്ടിട്ടുണ്ടാവും. ഡക്ക് ഉണ്ട്. ഷോർട്ട് പിച്ച് ഉണ്ട്. അതുപോലെ വരുന്നതാണ് ഫുൾ ടോസ് ഉണ്ട്. LBW ഉണ്ട്. അതുപോലെ തന്നെ റൺ ഔട്ട് ഉണ്ട്. ഫൈൻ ലെഗ് ഉണ്ട്. ഗള്ളി ഉണ്ട്. മിഡ് വിക്കറ്റ് ഉണ്ട്. ഫോളോ ഓൺ ഉണ്ട്. ബൗൺസർ ഉണ്ട്. ക്യാരം ബോൾ ഉണ്ട്. പിന്നെ യോക്കർ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ എന്തുമായി റിലേറ്റഡ് ആണ്? ക്രിക്കറ്റുമായി റിലേറ്റഡ് ആണ്. പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിലും സ്ഥിരമായി വായിച്ചെങ്കിലും വിടാം. അപ്പോൾ നമുക്ക് വേർഡ്സുമായിട്ടൊരു പരിചയമെങ്കിലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാനും പറ്റും. ഇനി ക്രിക്കറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടമുള്ള ആളുകൾക്കാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൂടെ പറഞ്ഞു നോക്കാം. ചൈന മാൻ, തേർഡ് മാൻ, ഗൂഗ്ലി, മെയ്ഡൺ ഓവർ, നോ ബോൾ, ഡക്ക്, ഷോർട്ട് പിച്ച്, ഫുൾ ടോസ്, LBW,
റൺ ഔട്ട്, ഫൈൻ ലെഗ്, ഗുള്ളി, മിഡ് വിക്കറ്റ്, ഫോളോ ഓൺ, ബൗൺസർ, ക്യാരം ബോൾ ആൻഡ് യോക്കർ. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ക്രിക്കറ്റിൽ വരുന്നത്. നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മൾ ഹോക്കിയെ കുറിച്ച് കുറച്ച് ടേമുകൾ പഠിച്ചു, ചെസ്സ് പഠിച്ചു, ഗോൾഫ് പഠിച്ചു, ഫുട്ബോൾ പഠിച്ചു, അതുപോലെ തന്നെ ക്രിക്കറ്റ് പഠിച്ചു. കുറച്ച് കാര്യങ്ങളെ പഠിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ള സ്പോർട്ട് ടെർമിനോളജീസ് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മിനിമം ഓരോ സ്പോർട്ടിൽ നിന്ന് പഠിക്കുക, സ്ഥിരമായിട്ട് വായിച്ച് വിടുക. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും സ്പോർട്സിനെ കുറിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്